ശാലോമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ ഇന്നത്തെ ഈ പരിചിന്തനത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതുവരെയും ഈ വേദിയിൽ ചെയ്തുകൊണ്ടിരുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുകയായിരുന്നു. ഇന്നതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ തന്നിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ, ചില നയരേഖകൾ, ചില നിയമങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പറയുവാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് വളരെയധികം പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ സമത്വം മാത്രമല്ല, മൂന്നാം ലിംഗം എന്ന് പറയുന്ന ആ ലിംഗത്തിൽപ്പെട്ടവരും എല്ലാവരും തുല്യരാണ്. ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ തുല്യ മഹത്വമാണുള്ളത്. ഈ മഹത്വത്തെക്കുറിച്ച് സഭ എന്ത് പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു, അത് സമൂഹത്തിൽ പ്രായോഗികമാക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പരിചിന്തനം. അതിനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത് നമ്മളുടെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും പുറത്തിറക്കിയിട്ടുള്ള 2 നയരേഖകളും അതുപോലെ തന്നെ കേരള മെത്രാൻ സമിതി പുറത്തിറക്കിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളുമാണ്. ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയായ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI എന്ന് പറയുന്നത്, ആ സമിതിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു നയരേഖയാണിത്. ഇതിൻ്റെ പേര് ജെൻഡർ പോളിസി ഓഫ് ദ കാത്തലിക് ചർച്ച് ഇൻ ഇന്ത്യ. എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ. രണ്ടാമത്തെ ഒരെണ്ണമുണ്ട്, ജെൻഡർ പോളിസി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടേതാണിത്. ഇതൊക്കെ പുറത്തിറങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി, 8ഉം 9ഉം ഒക്കെ വർഷങ്ങളായി. നമ്മളത് എത്ര പേര് വായിച്ചു എന്നെനിക്കറിയില്ല. 2018 ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി പുറത്തിറക്കിയിട്ടുള്ള കുറേ മാർഗനിർദ്ദേശങ്ങളുണ്ട്. KCBC ഗൈഡ് ലൈൻസ് ഫോർ സേഫ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം ഫോർ ചർച്ച് പേഴ്സണൽ കണക്റ്റഡ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ മൈനേഴ്സ് ഓർ വൾനറബിൾ അഡൾട്ട്സ് ആർ ഗിവൻ പർട്ടിക്കുലർ കെയർ. ഇതെന്തിനാണ് ഇതെല്ലാം പുറത്തിറക്കിയിരിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, സഭയിലും സമൂഹത്തിലും ഈ ലിംഗവ്യത്യാസം, സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ മൂന്നാം ലിംഗം, ഇതിൻ്റെ എല്ലാം പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പരാധീനതകൾ, അതുപോലെ തന്നെ തിരിച്ചു വ്യത്യാസങ്ങൾ, പക്ഷാഭേദങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പറയുവാനും അതില്ലായ്മ ചെയ്ത് എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന്, മനുഷ്യമഹത്വത്തിൽ തുല്യരാണെന്ന്, എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാനും, അത് സമൂഹത്തിലും സഭയിലുമൊക്കെ പ്രായോഗികമാക്കാൻ വേണ്ടിയുള്ള പ്രായോഗികമായിട്ടുള്ള നയപരിപാടികൾ, കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ വേണ്ടിയാണ്. ഇന്നത്തെ ഈ പരിചിന്തന വേളയിൽ ഈ CBCI ഇറക്കിയിട്ടുള്ള ജെൻഡർ പോളിസിയുണ്ട്. അത് 2010 പ്രസിദ്ധീകരിച്ചത്. ഏതാണ്ട് 8 വർഷം കഴിഞ്ഞു. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ആമുഖമായിട്ട് എഴുതിയിരിക്കുന്നത്
അന്നത്തെ CBCI പ്രസിഡൻ്റായിരുന്ന യശശരീരനായ കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവാണ്. അദ്ദേഹം നമ്മുടെ സഭ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: വത്തിക്കാൻ പ്രമാണരേഖകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. ഗാവ്ദീം എത് സ്പെസ് എന്ന് പറയുന്ന രേഖ 29ാമത്തെ ഖണ്ഡിക ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്: ദ ജെൻഡർ പോളിസി took shape from the earnest desire of women and men of the country to bring equality and harmony to all. It is based on the mutual understanding that both male and female are created in the image and likeness of the divine. It rejects all types of discrimination against women as being contrary to God's intent and purpose. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത്? അത് മറ്റൊന്നിനും വേണ്ടിയല്ല. ടു ബ്രിങ് ഇക്വാളിറ്റി ആൻഡ് ഹാർമണി ഓഫ് ഓൾ, എല്ലാവരുടെയും തുല്യനീതി ഉറപ്പാക്കാൻ, എല്ലാവരും തമ്മിൽ ഒരു സാഹോദര്യത്വം ഉറപ്പാക്കാൻ, അതിനു വേണ്ടിയിട്ടാണ്. ഏത് ലിംഗത്തിൽപ്പെട്ടവരായാലും എല്ലാവരുടെയും ഈ സാഹോദര്യത്വം ഉറപ്പാക്കിയേ മതിയാകൂ, സഭയിലും സമൂഹത്തിലും. അതുപോലെ തന്നെ നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നുള്ള വിശ്വാസം, അതുപോലെ അതിന് എതിരായിട്ടുള്ള എല്ലാ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനങ്ങളും അതെന്താണ്? ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനും ലക്ഷ്യങ്ങൾക്കും എതിരാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞാൽ പുരുഷ ലിംഗത്തിൽപ്പെട്ടവരുടെ മേധാവിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ നമുക്കറിയാം, ഏത് മേഖലയിലായാലും. അപ്പോൾ ഇത് മാറണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഓരോ ലിംഗത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായ ദൗത്യമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ ദൗത്യത്തിൻ്റെ പേരിലല്ല അവർ നിർവചിക്കപ്പെടേണ്ടത്. നേരെ മറിച്ച് അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് അവർ നിർവചിക്കപ്പെടേണ്ടത്. ആ അർത്ഥത്തിൽ അവർക്ക് തുല്യമായ നീതി ലഭിക്കണം, സ്ഥാനം ലഭിക്കണം, അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് പങ്കാളിത്തം ഉണ്ടാകണം. അല്ലാത്തതെല്ലാം, ഇതിനെതിരെ നമ്മൾ നടത്തുന്ന എല്ലാ വിവേചനാപരമായ പ്രവൃത്തികളും ദൈവത്തിൻ്റെ പദ്ധതിക്കും ലക്ഷ്യത്തിനും ഉദ്ദേശത്തിനുമെല്ലാം വിരുദ്ധമാണ് എന്നാണ് വത്തിക്കാൻ സുനോദോസ് പറഞ്ഞതും അഭിമന്യവർക്ക് പിതാവ് തൻ്റെ ആമുഖ കത്തിൽ അല്ലെങ്കിൽ ആ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നതും. അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം പറയുകയാണ്: ദ ജെൻഡർ പോളിസി അണ്ടർലൈൻസ് ദാറ്റ് ഇക്വാളിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ പേഴ്സൺസ് ഫോം ദ ബേസിസ് ഓഫ് എ ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ സൊസൈറ്റി. അദ്ദേഹം പറയുന്നത് നീതിപൂർവകവും മാനുഷികവുമായ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, ഇക്വാളിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഓൾ പേഴ്സൺസ്. എല്ലാ വ്യക്തികളുടെയും തുല്യതയും മഹത്വവുമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. അതെവിടെ ചവിട്ടുമെതിക്കപ്പെടുന്നുവോ അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള നീതിപൂർവകവും മാനുഷികവുമായ ഒരു സമൂഹം നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെയൊക്കെ സമൂഹങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളാകാം, നമ്മുടെ ജോലി സ്ഥലങ്ങളാകാം, നമ്മുടെ ഇടവക, രൂപത, സംഘടനകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ. തീർച്ചയായിട്ടും ഇവിടെ വിവേചനയുണ്ട്, തിരിച്ചു വ്യത്യാസമുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അത് പരമ്പരാഗതമായിട്ട് സമൂഹത്തിൽ വന്ന് പോയിട്ടുള്ള വേരുറച്ചിട്ടുള്ള ചില മനോഭാവങ്ങളുടെ പരിണിതഫലമാണ് എന്ന് നമ്മൾ പറയണം. കുടുംബത്തിലാണെങ്കിൽ നമ്മൾ ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു. അത് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാപിത രൂപമായിട്ട് പിന്നെ അങ്ങോട്ട് തുടരുകയാണ് ചെയ്യുന്നത്. കുറേ കഴിയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥാവിശേഷമായിട്ട് മാറിക്കഴിയും. പിന്നീട് അതിനെ ചോദ്യം ചെയ്യുന്നവരെ ചോദ്യം ചെയ്യുകയും കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്തെന്ന് വരും.
നമ്മുടെ സമൂഹത്തിൽ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മാറ്റുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. പക്ഷേ മാറ്റിയേ മതിയാകൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ദ ജെൻഡർ പോളിസി എയിംസ് ടു അഡ്രസ് ദ കൺസേൺസ് ഓഫ് വിമൻ ഹു ആർ ഡബിളി മാർജിനൈസ്ഡ് ആൻഡ് ഒപ്രസ്ഡ്. അതായത് സ്ത്രീകളുടെ ഈ കൺസേൺസ്, അവരുടെ ആകാംക്ഷകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസി. അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരോട് പറയാനും, ഇവർക്ക് ഇങ്ങനെയുള്ള ആ കൺസേൺസ് ഉണ്ട്, അത് നമ്മൾ പരിഗണിച്ചേ മതിയാകൂ. അവർ പല വിധത്തിൽ മാർജിനലൈസ്ഡ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ഒപ്രസ്ഡ്, അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവരാണ്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹം പറയുകയാണ്, ആസ് ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് വി ആർ ചലഞ്ച്ഡ് ടു ക്രിയേറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ പിൻഗാമികൾ അല്ലെങ്കിൽ കർത്താവിനെ പിൻചെല്ലുന്നവർ, ശിഷ്യരെന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ചില കണ്ടീഷൻസ്, ചില കാര്യങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഉള്ള ചലഞ്ച്, വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മാർജിനലൈസ്ഡ് വോയിസസ് ടു ബി ഹേർഡ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്വരം കേൾക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. കേവലം നമുക്ക് ബോധ്യം വന്നാൽ മാത്രം പോരാ, സംവിധാനങ്ങൾ വരണം. നീതി ലഭിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നീതി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിന് സഭയിൽ തീർച്ചയായിട്ടും പരിമിതികളുണ്ടാകും. പക്ഷേ അത് നമ്മൾ എവിടെയെങ്കിലും തുടങ്ങിയേ മതിയാകും. അപ്രകാരം നീതി കൊടുക്കാത്തവരെ ഒരു രാജ്യത്തിൻ്റെ നിയമം ശിക്ഷിക്കുന്നത് പോലെ ജയിലിലിടാനോ ഒന്നും നമുക്ക് അവകാശമില്ല. അല്ലെങ്കിൽ അവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുന്ന പോലെയുള്ള അന്വേഷണം നടത്താനൊന്നും സഭാധികാരികൾക്കോ സഭയിലെ മറ്റുള്ളവർക്കോ സംവിധാനങ്ങൾക്കോ അവകാശമില്ല, അധികാരവുമില്ല. എങ്കിലും നമ്മുടെ പരിധിയിൽപ്പെട്ടിടത്തോളം ചെയ്യുക. അതിലുപരിയായിട്ട് പുതിയ മനോഭാവങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, കണ്ടീഷൻസ്, ടു ക്രിയേറ്റ് കണ്ടീഷൻസ്. ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് കുട്ടികളെ വളർത്തുമ്പോൾ ആ രീതിയിലുള്ളൊരു മനോഭാവം അവർക്ക് കൊടുക്കാൻ കഴിയും. പലപ്പോഴും അമ്മമാർ പറയും, അവനൊരാണല്ലേ, അവനെങ്ങനെയും ജീവിച്ചോളും, നീ പെണ്ണാണ്, സൂക്ഷിച്ചോണം. ഇല മുള്ളേ വീണാലും മുള്ള് ഇലയെ വീണാലും ഇലയ്ക്ക് തന്നെയാണ് കുഴപ്പം. ഇങ്ങനെയുള്ള ചില സ്റ്റീരിയോ ടൈപ്ഡ്, വ്യവസ്ഥാപിത രൂപങ്ങൾ, അത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ അതിനെ മാറ്റണം. ഇത് കേട്ട് വളരുന്ന കുട്ടികൾക്ക് പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല. പെൺകുട്ടിയാണ് വിചാരിക്കും, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്കിതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആൺകുട്ടി വിചാരിക്കും, എനിക്ക് ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാനൊരാണാണ്. ചുരുക്കത്തിൽ ഈ മനോഭാവങ്ങളെ വളരാനായിട്ട് അനുവദിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരാൺകുട്ടി രാവിലെ ഏറ്റ് മുറ്റമടിക്കുന്നത് അധികമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അടിക്കാൻ പറ്റാത്തത്? ഭക്ഷണം പാകം ചെയ്യുന്ന അധികമൊന്നും കണ്ടിട്ടില്ല, വിളമ്പുന്നത് കണ്ടിട്ടില്ല, പാത്രം കഴുകുന്നത് കണ്ടിട്ടില്ല. അതേ സമയത്ത് പെൺകുട്ടികളെല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ടാണത്? അപ്പോൾ നമ്മൾ പറയാം, അവളൊരു പെണ്ണല്ലേ, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവളല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും അവൾ ചെയ്യണം. അതേ സമയത്ത് ഈ ആൺകുട്ടിയും വിവാഹം കഴിക്കുമല്ലോ, അവനും കഴിച്ചതെല്ലാം ചെയ്യണ്ടേ? എന്തുകൊണ്ട് നമ്മളത് പറയുന്നില്ല? ഇവിടെയാണ് നമ്മളുടെ കുടുംബത്തിലെ വലിയ ഒരു കുടുംബത്തിലാണ് വലിയ ശ്രമം നടക്കേണ്ടത്, ഈ മനോഭാവങ്ങൾ മാറ്റാനായിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? പിന്നീട് വളർന്ന് വലുതാകുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, അവരും ഇതേ രീതിയിലുള്ളൊരു മനോഭാവത്തോടെ വരികയും അതേ രീതിയിൽ അവരുടെ മക്കളെ വീണ്ടും വളർത്താൻ ആരംഭിക്കുകയും ചെയ്യും. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കിടക്കുന്നവരെ താന്തോന്നികളായിട്ടും മരങ്കേറികളായിട്ടൊക്കെ കണക്ക് കൂട്ടുകയും ചെയ്യും. അങ്ങനെയല്ല, നമുക്ക് ഈ പറയുന്ന ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടന്നേ മതിയാകും. എന്നിട്ട് ഈ തുല്യതയൊക്കെ അംഗീകരിക്കണം. അവർക്ക് പിതാവ് പറഞ്ഞതുപോലെ മാനുഷികവും നീതിപൂർവമായ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനം ഈ തുല്യതയാണ്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ്, ദ പോളിസി റെക്കഗ്നൈസസ് ദാറ്റ് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ്
ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺപണിഷ്ഡ് ഓഫ് ഓൾ ക്രൈംസ്. ഈ പോളിസിയിൽ, ഈ നയരേഖയിൽ അംഗീകരിക്കുന്നു എന്ത്? വയലൻസ്, അക്രമം, അതുപോലെ വിവേചന, ഇത് രണ്ടും സ്ത്രീകളുടെ നേർക്ക് നിലനിൽക്കുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ. അതേ സമയത്ത് അദ്ദേഹം പറയുന്നു, ഏറ്റവും കുറച്ച് മാത്രം ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ പെടുന്നവയുമാണിത്. ഇന്നാണെങ്കിലും വലിയ നിയമങ്ങളുണ്ട്, വളരെ കർക്കശമായ നിയമങ്ങൾ. പക്ഷേ ആ നിയമങ്ങൾക്കനുസരിച്ച് കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ സാംസ്കാരികമായ പരമ്പരാഗതമായ കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ ചൂഷണങ്ങളെയും അക്രമങ്ങളെയും ഒന്നും പുറത്തു പറയാനായിട്ട് അതിനിരയാകുന്നവർ തയ്യാറാവുകയില്ല. കാരണം വീണ്ടും അവരിരകളാക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പുരുഷ മേധാവിത്വത്തോടു കൂടിയ സമൂഹത്തിൽ ഇവരെ വീണ്ടും പീഡിപ്പിക്കാനായിട്ട് കഴിയും. പലതരത്തിൽ മാനസികമായിട്ട്, സാമൂഹ്യമായി ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ഇതിനെ അവർ നേരിടും. ചുരുക്കത്തിൽ ഈ ഇങ്ങനെയുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ, അത് ഈ പറയുന്ന കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ ഇടയാകുന്നുണ്ട്. ഇവിടെ പറയുന്നത്, ഈ പോളിസി പ്രൊമോട്ട്സ് ദ ഇഗാലിറ്റേറിയൻ മെസ്സേജ് ഓഫ് ജീസസ് വിത്ത് എ വിഷൻ ഓഫ് എ കൊളാബറേറ്റീവ് ചർച്ച് വിത്ത് ജെൻഡർ ജസ്റ്റിസ്. അതായത് കർത്താവിൻ്റെ, ഈശോയുടെ ആ തുല്യതയുടെ സന്ദേശം അത് ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടിസിപ്പേറ്ററി, പങ്കാളിത്ത സ്വഭാവമുള്ള ഒരു സഭ കെട്ടിപ്പടുക്കുക. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാംസ്കാരികമായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടാകും. പക്ഷേ ലോകത്തിലെല്ലായിടത്തും അങ്ങനെ ആയിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ പുതിയ കാൽവയ്പ്പുകൾ നടത്താൻ പറ്റും. സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും തന്നെ വ്യാപരിക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ എല്ലാ മേഖലകളിലും അവർ കടന്നു ചെല്ലുന്നുണ്ട്. അതിനുള്ളൊരു മനോഭാവം കുടുംബത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിത്ത് ആൻ ഇൻക്രീസിങ് ഓൺസ്ലോട്ട് ഓൺ വിമൻ ത്രൂ വേരിയസ് means such as rape, abduction, domestic violence and dowry deaths, there is an ever more need for a policy that will initiate and help sustain change. അപ്പോൾ അതുകൊണ്ട് ഈ ബലാത്സംഗ കേസുകളും തട്ടിക്കൊണ്ടുപോകലും ഗാർഹിക അക്രമങ്ങളും അതുപോലെ തന്നെ സ്ത്രീധന മരണങ്ങളും കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നയരേഖ അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ മാറണം, ഇത്തരത്തിലുള്ള അക്രമങ്ങൾ മാറണം. അപ്പോൾ ഈ പോളിസി ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിൻ്റെ നാന്ദിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഐ ഏണസ്റ്റ്ലി urge all the dioceses, religious congregation, educational institutions and all the persons who desire to work towards equality and justice to welcome this policy wholeheartedly, study it with great care and explore ways for its effective implementation. അതുകൊണ്ട് എല്ലാ രൂപതകളോടും സമർപ്പിത സമൂഹങ്ങളോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും മറ്റെല്ലാ വ്യക്തികളോടും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന എന്താണ്? തുല്യതയും നീതിയും ഉറപ്പാക്കുക. അതിനുവേണ്ടി ഈ നയരേഖയെ നിങ്ങൾ സ്വാഗതം ചെയ്യണം. അത് നന്നായിട്ട് പഠിക്കണം, ശ്രദ്ധയോടുകൂടി പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫലപ്രദമായ നടപ്പാക്കലിനുള്ള മാർഗങ്ങൾ തേടുകയും വേണം. ഇതെല്ലാം നമ്മുടെ ചുമതലയാണ്. അപ്പോൾ നമ്മുടെ ഇടവകളായാലും രൂപതകളായാലും നമ്മുടെ സ്ഥാപനങ്ങളായാലും എല്ലാം ഈ ഒരു നയരേഖയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുക മാത്രമല്ല, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഏതൊരു കാര്യവും ഫലപ്രദമായി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സംവിധാനങ്ങളില്ലാതെ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യണം, ചിലപ്പോൾ കെട്ടിടം വേണം, കെട്ടിടം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ചില സമിതികളായിരിക്കാം അതുമല്ലെങ്കിൽ മറ്റ് ഭൗതിക സാഹചര്യങ്ങളായിരിക്കാം, നിയമപരമായിട്ടുള്ള സഹായങ്ങളായിരിക്കാം. ഇതെല്ലാമാണ് ഈ വ്യവസ്ഥകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഭിമന്യ വർക്കി പിതാവ് പറഞ്ഞ
ഈ കാര്യങ്ങൾ നമ്മുടെ ഈ ഭാരതസഭയിൽ, കേരള സഭയിൽ പ്രത്യേകമായിട്ട് നമ്മൾ നടപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കേരള മെത്രാൻ സമിതി ഇറക്കിയ ജെൻഡർ പോളിസി, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിനകത്തും പറയുന്നത് മറ്റൊന്നല്ല. അവിടെ ആമുഖത്തിൽ പറയുന്നതാണ്, സ്ത്രീകൾ വിവേചനവും പീഡനവും നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇത് ദൈവിക പദ്ധതിക്കും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കും എതിരായ കാര്യമാണ്. ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എല്ലാ മനുഷ്യരും സ്നേഹത്തോടും ഐക്യത്തോടും തുല്യതയോടും നീതിയോടും കൂടെ ജീവിക്കുന്ന അവസ്ഥയാണ്. ഏത് വിവേചനവും അനീതിപരമാണെന്ന ഒരു പൊതു അവബോധം ഇന്നുണ്ട്. എങ്കിലും എല്ലാവരുടെയും ഹൃദയത്തിൽ ആ ബോധ്യം രൂഢമൂലമാവുകയോ അതിനനുസരിച്ചുള്ളൊരു ജീവിത രീതി രൂപപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അത് അടിയന്തരമായി ഉണ്ടാവുക ആവശ്യമാണ്. ചുരുക്കത്തിൽ അടിയന്തരമായിട്ടുണ്ടാവണം. ഇത് ഞാൻ പറഞ്ഞു, CBCI രേഖ ഇറക്കിയിട്ട് ഏതാണ്ട് 9 കൊല്ലം, KCBC ഇറക്കിയിട്ട് ഏതാണ്ട് അത്ര തന്നെയാകുന്നു. ഇതിനോട് ഇടകണ്ട് നമ്മൾ ഈ അടിയന്തരം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഞാനും അതിനകത്ത് തെറ്റുകാരനാണെന്ന് പറയേണ്ടി വരും. ഒരുപാട് ജോലികളുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മറന്നുപോയി എന്നുള്ളതാണ്. അത് അക്ഷന്തവ്യമായ ഒരു തെറ്റ് തന്നെയാണ്. ഞാനത് ഏറ്റുപറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ അറിയാം. അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല. ഒരല്പം ബിസിനസ് മാനേജ്മെൻറ്റ് ശൈലി കടമെടുത്താൽ പറയും, നേതൃത്വത്തിലുള്ളവരുടെ കോർ കോമ്പറ്റൻസിയിൽ പെടുന്നതല്ലത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളൊരുപക്ഷെ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ടാവും. ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ എൻ്റെ ഞാൻ ഒരുപാട് പെരുന്നാളുകൾക്ക് പോകാറില്ല. അതിൻ്റെ ഒരു കാരണം, എനിക്ക് അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ എന്നെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന 3 വലിയ കർത്തവ്യങ്ങളുണ്ട്. വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക എന്നുള്ളത്. വിശുദ്ധീകരിക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണമല്ലോ. കർത്താവ് അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പഠിക്കാതെ നിവൃത്തിയില്ല. സഭയുടെ പ്രബോധനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം, ഇതെല്ലാം പഠിക്കാതെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നയിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു കഴിവ് ഞാൻ ആർജിക്കണം. ചുരുക്കത്തിൽ ഈ കോർ കോമ്പറ്റൻസി എന്ന് പറയുന്ന കാര്യം വിട്ടുപോയി ഇന്ന് പലപ്പോഴും. നിങ്ങൾ വിചാരിക്കും രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയണ്ടേ, സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയണ്ടേ, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യത്തെ ബലി കഴിച്ചുകൊണ്ടാകരുത് അത്. തീർച്ചയായിട്ടും ഞാൻ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോകും. എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലൊന്നായിരുന്നു, ആണ് എന്ത്, ഈ പറഞ്ഞ രീതിയിൽ അടിയന്തരമായിട്ട് ഈ പറഞ്ഞ സമൂഹത്തിലെ തുല്യത ഉറപ്പാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് നേരം കിട്ടുന്നില്ല. അതല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ, നേരം കിട്ടാത്തതിൻ്റെ പേരിൽ പ്രധാനപ്പെട്ടൊരു കാര്യത്തെ മറന്നു കളയാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇനിയെങ്കിലും നമ്മൾ ആ തലത്തിലേക്ക് കടന്നു വരണം. അത് ഇടവകയെ നയിക്കുന്നവരായാലും, കുടുംബത്തെ നയിക്കുന്നവരായാലും, സ്ഥാപനങ്ങളെ നയിക്കുന്നവരായാലും, രൂപതയെ നയിക്കുന്നവരായാലും എല്ലാവരും ഈ ഒരു അവബോധത്തോടു കൂടിയിട്ട് കടന്നു വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തുല്യതയും നീതിബോധവുമൊക്കെയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ മുമ്പോട്ട് നീങ്ങുകയേ ഉള്ളൂ. യാതൊരു സംശയവും വേണ്ട. അങ്ങനെ മുമ്പോട്ട് നീങ്ങിയിട്ട് നമുക്ക് ഇതിലും വലിയ ഒരപകടത്തിലേക്കായിരിക്കും ചെന്ന് ചാടുക. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ സ്വർഗരാജ്യം എന്നാൽ എന്താണത്? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ആവശ്യമില്ലേ? നീതി ആവശ്യമില്ലേ? സമാധാനം ആവശ്യമില്ലേ? ചിന്തിച്ചു നോക്കുക. നമ്മളുടെയൊക്കെ
മനോഭാവങ്ങൾ ഈ രീതിയിലേക്കൊന്ന് മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.